Hi friends, welcome to another video. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് ചെയ്യുന്നത്. SSLC ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രെയിനിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് അവർ ബ്രെയിൻ അറ്റ് എനി കോസ്റ്റ്. ഏത് വിധേനയും നമ്മുടെ ബ്രെയിനിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണെന്ന് പറഞ്ഞു. ടു വീലേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞു, ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞു. സോ വിപണിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഹെൽമെറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ISO മാർക്കുള്ള, ശരിക്കും പറഞ്ഞാൽ 250 രൂപയുടെ ഹെൽമെറ്റിലും ISO മാർക്കുണ്ട്. പക്ഷേ ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റുകൾ, നല്ല ബ്രാൻഡിന്റെ ഹെൽമെറ്റുകൾ നോക്കിയിട്ട് വാങ്ങാനായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ പറയുന്നത് സ്പൈനൽ കോഡിനെ കുറിച്ചിട്ടാണ്. സ്പൈനൽ കോഡ്, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ശരിക്കും രണ്ട് ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്പൈനൽ കോഡിനെ കുറിച്ചാണ്. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ് സ്പൈനൽ കോഡിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം. The spinal cord is the continuation of the medulla oblongata. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു medulla oblongata, ബ്രെയിനിന്റെ പാർട്സ് പഠിക്കുന്ന സമയത്ത് medulla oblongata എന്ന് പറയുന്ന റോഡ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു ദണ്ഡാകൃതിയിലുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇതിന് മുന്നേയുള്ള ഒരു പിക്ചറിൽ ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾ കാണിച്ചിരുന്നു. ബ്രെയിനിന്റെ medulla oblongata കണക്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ പറയുന്ന സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. And again, the spinal cord is the continuation of the medulla oblongata. On the basis of the indicators, analyze illustration 1.8 and the description and prepare notes in your science diary. And this one is 1.8. Yes, this one is 1.8. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടില്ല. സോ നോക്കാം. The spinal cord is protected inside the vertebral column. അതായത് നമ്മുടെ സ്പൈനൽ കോഡ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിന്റെ ഉള്ളിലാണ്. നമ്മൾ പറയില്ലേ നട്ടെല്ല്, നട്ടെല്ലിന്റെ ഉള്ളിലാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം അല്ല കേട്ടോ, വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ നട്ടെല്ലാണ്. നട്ടെല്ലിന്റെ ഉള്ളിലാണ് നമ്മുടെ സുഷുമ്ന അല്ലെങ്കിൽ നമ്മുടെ എന്തുള്ളത് സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും നട്ടെല്ലിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്പൈനൽ കോഡിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇത് തലക്കടി കിട്ടിയാൽ മാത്രമാണല്ലോ ബുദ്ധിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അല്ല, നമ്മുടെ ഹോൾ ബോഡി പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നട്ടെല്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കാം. The spine നമ്മൾ പറഞ്ഞിരുന്നു, the spinal cord is protected inside the vertebral column. Vertebral columnത്തിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലൈക്ക് ദ ബ്രെയിനിനെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ബ്രെയിൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും നമുക്കറിയാം സ്കള്ളിന്റെ ഉള്ളിലാണെന്ന് അറിയാം. സ്കള്ളിന്റെ ഉള്ളിലാണ്. അതിനുള്ളിലായിട്ട് മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട്, മെനിഞ്ചസിനും പ്രത്യേകതയുണ്ട്, 3 ലെയറുകളുള്ള മെനിഞ്ചസ് ആണ്. ഓക്കെ, 3 ലെയറുകളുള്ള മെനിഞ്ചസ് ആണ്. അതുകൂടാതെ മെനിഞ്ചസിന്റെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CSF എന്ന് പറയുന്ന ഒരു ദ്രാവകവും ഒരു ഫ്ലൂയിഡും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സെയിം ലൈക്ക് ദാറ്റ് അതുപോലെ തന്നെ the spinal cord is protected inside the vertebral column. അവിടെ നമ്മുടെ സ്കൾ ആണെങ്കിൽ ഇവിടെ vertebral column ആണ് കേട്ടോ. Like the ബ്രെയിനിലെ പോലെ തന്നെ the spinal cord is also covered by meninges. സ്പൈനൽ കോഡും കവർ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് തന്നെയാണ്? മെനിഞ്ചസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. The central canal, which is this one, central canal. ഓക്കെ, ഇത് കാണുന്ന സമയത്ത് നമുക്ക് മീൻ വറുത്തത് ഓർമ്മ വരില്ലേ? മീൻ വറുത്ത ചെമ്പാൻ കുടുതൊക്കെ മീനുണ്ടല്ലോ, നിങ്ങൾക്കറിയോ? ചെമ്പാൻ കുടുത, ചാവക്കാടുള്ള ഒരു തൃശ്ശൂർ ചാവക്കാടുള്ള ഒരു ചെമ്പാൻ എന്ന് പറയും, കുടുത എന്നൊക്കെ പറയും. വലിയ മീനാണ്. വലിയ മീൻ ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കിട്ടും. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മീനെ കിട്ടാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാവും ഒരു സംഭവം. അതുപോലെയാണ് നമ്മുടെ നട്ടെല്ലിന്റെ ഛേദം എന്ന് പറയുന്നത്. ഈ നെടുകയുള്ള ഒരു ഛേദമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലോസ് ഡിസെക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെൻട്രൽ കനാലിൽ എന്ത് കാണുന്നുണ്ടെന്ന് പറയുന്നത് സെൻട്രൽ കനാൽ, the central canal seen in the center of the spinal cord. സ്പൈനൽ കോഡിന്റെ സെൻട്രലായിട്ട് കാണപ്പെടുന്ന ഈ സെൻട്രൽ കനാലിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ സ്പൈനൽ കോഡിൽ വൈറ്റ് മാറ്റർ ഈസ് സീൻ ഔട്ട്സൈഡ്. ഇവിടെ എന്താ പ്രത്യേകത? വൈറ്റ് മാറ്റർ കാണപ്പെടുന്നത് പുറത്താണ്, അതുപോലെ തന്നെ ഗ്രേ മാറ്റർ കാണപ്പെടുന്നത് ഉള്ളിലാണ്. ഓക്കെ, വൈറ്റ് മാറ്റർ പുറത്താണ്, ഗ്രേ മാറ്റർ ഉള്ളിലുമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ സെറിബ്രം പറഞ്ഞപ്പോൾ വേറൊരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഗ്രേ മാറ്റർ കാണുന്നുണ്ട്. ഗ്രേ മാറ്ററിന്റെ കളർ നമുക്കറിയാം, ഒരു ഗ്രേ കളറാണ്. ഇതാണ് വൈറ്റ് മാറ്റർ കേട്ടോ. ഇതാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. അതിന്റെ സെൻട്രലുള്ള ഭാഗം. നമ്മൾ മീനിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അതിന്റെ
ഒരു വെള്ളമൊക്കെ ഉള്ള ടൈപ്പ് സംഭവമില്ലേ, എല്ലിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഉള്ള സാധനം, അത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്തുള്ളത്, നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഡോർസൽ റൂട്ട് ഉണ്ട്, വെൻട്രൽ റൂട്ട് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഓക്കെ, നോക്കാം എന്താണ് ഡോർസൽ റൂട്ടും അതുപോലെ തന്നെ വെൻട്രൽ റൂട്ടും എന്നുള്ളത്. ഓക്കെ, there are 31 pairs of spinal nerves arising from the spinal cord. സ്പൈനൽ കോഡിൽ നിന്ന് ഏകദേശം 31 പെയർ സ്പൈനൽ നെർവ്സ് അറൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. Okay, there are 31 pairs of spinal nerves arising from the spinal cord. A dorsal root and a ventral root join to form a spinal nerve. Okay, അപ്പോൾ ഒരു സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത്. എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ്? ഒരു ഡോർസൽ റൂട്ടും അതുപോലെ തന്നെ ഒരു വെൻട്രൽ റൂട്ടും കൂടി ചേർന്നിട്ടാണ് സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത്. ഓക്കെ, സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ്. അതായത് ആവേഗങ്ങൾ, സെൻസറി ഇമ്പൾസസ് എവിടേക്ക് എത്തുന്നത്? നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് എന്ത് വഴിയാണ്? ഡോർസൽ റൂട്ട് വഴിയാണ്. ഓക്കെ, ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. അതായത് ഇപ്പോൾ ഡോർ എന്ന് ആലോചിച്ചാൽ മതി. ഡോർ ഇടാം. ഓക്കെ, ശരിക്കും ഈ ഡോറിന്റെ സ്പെല്ലിംഗ് ഇതല്ല, ഡോർസൽ റൂട്ടിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, DOR ആണ്. പക്ഷെ നമ്മൾ ഡോർ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡോർസൽ എന്ന് പറയാം. അതായത് ഡോർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഉള്ളിലേക്ക് കടക്കാനാണ് എന്ന് ആലോചിച്ചാൽ മതി. ശരിക്കും ഉള്ളിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡോർസൽ എന്ന് പറയുന്നത് ഡോർ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കടക്കാൻ, അങ്ങനെ ആലോചിച്ചാൽ മതി. പക്ഷെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഡോർസൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ്. സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. ഓക്കെ, മോട്ടോർ ഇമ്പൾസ് ഇത് നോക്കണം. ഇത് സെൻസറി ഇമ്പൾസ് നമ്മുടെ ശരീരത്തിന്റെ സുഷുമ്നയിലേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. ഇനി അതേപോലെ തന്നെ അവിടെ തിരിച്ചു പോകുന്ന ഇമ്പൾസ് എന്ന് പറയുന്നത് മോട്ടോർ ഇമ്പൾസസ് ആണ്. മോട്ടോർ ഇമ്പൾസ് ഗോ ഔട്ട് ഓഫ് ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ പുറത്തേക്ക് പോകുന്നത് ത്രൂ ദ വെൻട്രൽ റൂട്ട്. ഓക്കെ, എന്ത് വഴിയാണ്? വെൻട്രൽ റൂട്ട് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. Impulses from different parts of the body are transmitted to and from the brain through the spinal cord. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും തിരിച്ച് ബ്രെയിനിൽ നിന്ന് പോകുന്നതും ഏത് വഴിയാണെന്ന് പറയുന്നത്? സ്പൈനൽ കോഡ് വഴിയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ കോർഡിനേറ്റ്സ് എ റിപ്പീറ്റഡ് മൂവ്മെന്റ് ഡ്യൂറിംഗ് വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര. ഓക്കെ, നമ്മൾ നടക്കുക, ഓടുക, ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഡ്യൂറിംഗ് വാക്കിംഗ് ആൻഡ് റണ്ണിങ്. നമുക്കറിയാം ഒരു റിതമിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒന്ന് പതുക്കെ പിന്നെ സ്പീഡിൽ അങ്ങനെയൊന്നല്ല പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര ചിലപ്പോൾ ഒരു സ്പീഡിൽ പോകണമെങ്കിൽ ആ ഒരു റിതത്തിൽ തന്നെ പോകും, അല്ലെങ്കിൽ സ്ലോവിലാണെങ്കിൽ ആ ഒരു റിതത്തിലാണ് പോകുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന സ്പൈനൽ കോഡാണ് എന്ന് മനസ്സിലാക്കിയത്. ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ തന്നെയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ് ഇൻസൈഡ് ദി വെർട്ടിബ്രൽ കോളം ആണ്. അതിനുള്ളിൽ മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട് സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് സ്കള്ള് പറയുന്ന സമയത്ത് സ്കള്ളാണെന്നുണ്ടെങ്കിൽ, സ്കള്ളല്ല ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്? അതിനുള്ളിലല്ല, പുറത്ത് നിന്നുണ്ട് സ്കള്ളുണ്ട്. സ്കള്ളിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ട്? മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസ് എത്ര ലെയർ ആണ്? 3 ലെയർ ആണെന്ന് പറഞ്ഞു. മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ നമ്മുടെ സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് വെർട്ടിബ്രൽ കോളത്തിനുള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട്, മെനിഞ്ചസിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന സമയത്ത് സെൻട്രൽ കനാലിൽ എന്തുണ്ട്? CSF ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ബ്രെയിനും സ്പൈനൽ കോഡ് ഇത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി മച്ച് ബെറ്റർ, കുറച്ചും കൂടി മെമ്മറിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. യെസ്, പിന്നെ ഫോർമേഷൻ ഓഫ് സ്പൈനൽ കോഡ് നമ്മൾ പറഞ്ഞ ഫോർമേഷൻ ഓഫ് സ്പൈനൽ കോഡ് 2 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഡോർസൽ റൂട്ടും അതുപോലെ തന്നെ വെൻട്രൽ റൂട്ടും കൂടി ചേർന്നിട്ടാണ് സ്പൈനൽ നെർവ് ഉണ്ടാകുന്നത്. ഇനി ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ എന്തിനാ പറഞ്ഞിട്ടുള്ള it also ഇവിടെ പറഞ്ഞിട്ടുണ്ട് impulses from different parts of the body are transmitted to and from the brain through the spinal cord. It also coordinates the repeated movement during walking, running, etc. Okay, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. And next one we have to learn. ഓക്കെ, നോക്കാം. ഇവിടെ ഒരു പിക്ചർ നോക്കിയേ. 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചറിൽ വെച്ചാൽ ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട്. ആ കുട്ടി നടന്നു പോകുന്ന സമയത്ത് ഒരു തേനീച്ചയോ ഒരു കടന്നലോ അങ്ങനെ എന്തോ വന്നിട്ട് ആ കുട്ടീനെ കടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി ഔ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. ഓക്കെ, മുഖം തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു കുട്ടി എന്ന് ചോദിച്ചാൽ നടന്നു പോകുന്ന സമയത്ത് എന്തോ കാലുമ ചവിട്ടിയല്ല, കാലുകൊണ്ട് എന്തെങ്കിലോ ചവിട്ടി. അപ്പോൾ ആ കുട്ടി
പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൈ വലിക്കുന്നുണ്ട്. ഓക്കെ, കൈയല്ല സോറി, കാല് വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഫിഗർ ഒബ്സർവ് ഫിഗർ 1.5. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് സച്ച് റെസ്പോൺസസ്? അപ്പൊ ഇത്തരത്തിലുള്ള റെസ്പോൺസസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നാണ് ചോദ്യം. ഓക്കെ, ഈ കുട്ടി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ നടന്നു പോണ വഴിക്ക് ഒരു കടന്നൽ കുത്താൻ വന്നു കഴിഞ്ഞാൽ എന്നാക്കണം എന്നാ കുട്ടി ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ കുട്ടി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ നടന്നു പോകുന്ന സമയത്ത് മുള്ളുമ്മ ചവിട്ടി കഴിഞ്ഞാല് എന്നാക്കണം എന്നിട്ട് കാല് വലിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ആകസ്മികമായിട്ട് ഓർ ആക്സിഡന്റലി വിത്തൗട്ട് ദയർ കോൺഷ്യസ്നെസ് അവര് അറിയാതെ ചെയ്തു പോകുന്ന ഇത്തരം ആക്ടിവിറ്റീസിന് പറയുന്ന പേരുണ്ട്. നമുക്ക് നോക്കാം. ഡിഫറെന്റ് റെസ്പോൺസസ്, റൈറ്റ്? The accidental, which means without our, നമ്മൾ എന്തുകൊണ്ടല്ല, ഡെലിബറേറ്റ്ലി അല്ല, അറിഞ്ഞുകൊണ്ടല്ല, വിത്തൗട്ട് എന്താ പറയുക, നമ്മൾ വിചാരിച്ചിട്ടില്ല these things are going to happen in our life എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ today these things are going to happen in my life എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ the accidental and involuntary responses towards stimuli are called a reflex action. They do not happen consciously. ആക്സിഡന്റൽ ആണ്, ഇൻവോളണ്ടറി ആണ്. ഓക്കെ, നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ കാൽ പെട്ടെന്ന് വലിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിനെ തൊട്ടു നമ്മൾ അപ്പം തന്നെ കൈവലിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുള്ള സാധനത്തിൽ തൊട്ടു അപ്പം തന്നെ കൈവലിക്കും. ഓക്കെ, വേദനയുള്ള ഒരു സൂചി കുത്തി പെട്ടെന്ന് കൈവലിക്കും. ഷോക്ക് അടിച്ചു പെട്ടെന്ന് കൈവലിക്കും. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അറിവോടെ കൂടിയല്ല. ആക്സിഡന്റൽ ആണ്, ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്തിട്ടാണെന്ന് പറഞ്ഞു, നമ്മുടെ അറിവോട് കൂടിയിട്ടല്ല റെസ്പോൺസസ്. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചിട്ട് നീണ്ട ആവശ്യമില്ല, ബോധഡ് ആവേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന ആക്ഷൻ സംഭവങ്ങൾ പറയുന്നതാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്നുള്ളത്. ഓക്കെ, റിഫ്ലെക്സ് ആക്ഷൻ. ഹൗ ഡസ് റിഫ്ലെക്സ് ആക്ഷൻ ഹാപ്പൻ ഇൻ അവർ ബോഡി? എങ്ങനെയാണ് ഇത് നടക്കുന്നത് നോക്കാം. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് കേട്ടോ, നോക്കാം. ഫ്ലോ ചാർട്ട്. യെസ്, ഇവിടെ റിസപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ട് എന്നറിയാം, ഗ്രാഹികൾ ഉണ്ട് എന്ന് പറയാം. ഓരോ മെസ്സേജസിനെ, ഓരോ ഇമ്പൾസിനെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രാഹികൾ ഉണ്ട് എന്നറിയാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കയ്യിലുള്ള ഗ്രാഹികളാണ്. കയ്യിൽ ഒരുപാട് ഗ്രാഹികളൊക്കെ നമുക്കറിയാം. ചൂട് ഗ്രാഹി, തണുപ്പ് ഗ്രാഹി, വിയർപ്പ് ഗ്രന്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വേദന ഉണ്ടാകുന്ന സംഭവം, ചൂട് ഫീൽ ചെയ്യുന്ന സംഭവം, തണുപ്പ് ഫീൽ ചെയ്യുന്ന സംഭവം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിലുണ്ട്. ഓക്കെ, സോ ഹിയർ റിസപ്റ്റർ നമ്മുടെ വിരലിൽ എന്തെന്ന് പറയുന്നത് റിസപ്റ്റർ ഉണ്ട്. ഓക്കെ, റിസീവ് ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റിമുലസ് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ചൂടുള്ള മെഴുകുതിരിയുമ്പോൾ നമ്മൾ തൊടുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു തൊട്ടു മെഴുകുതിരി, ചൂടെന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് വെരി ഹോട്ട്. സോ ഞാൻ ടച്ച് ചെയ്ത ഉടനെ എൻ്റെ കയ്യിൽ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഈ ഗ്രാഹികളുണ്ട്, ഇത് എടുക്കാനായിട്ട്, ഈ ഒരു ചൂടിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള സംഭവം. റിസീവ് ചെയ്യുന്ന സാധനമാണ് റിസപ്റ്റർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് മെസ്സേജ് കൊണ്ട് പോകും. അയ്യോ ചൂടുണ്ടെന്നുള്ള മെസ്സേജ് ഇങ്ങനെ പോകും. നോക്കി, ആ മെസ്സേജാണ് പോകുന്നത്. നമുക്കൊരു ഷെയ്ഡ് കൊടുത്തിട്ട് മെസ്സേജ് കാണിക്കാം. ഓക്കെ, ആ മെസ്സേജാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഓക്കെ, ആ മെസ്സേജ് ഇവിടുന്ന് നമ്മുടെ ഫിംഗറിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കാം, ഇങ്ങനെ പോയിട്ട് അവസാനം എവിടേക്ക് എത്തി, നമ്മുടെ എന്താണ് ഭാഗം, സ്പൈനൽ കോഡിലേക്ക് എത്തി. ഓക്കെ, സ്പൈനൽ കോഡിലേക്ക് എത്തി. ഓക്കെ, അവിടെ വെച്ചിട്ട് സ്പൈനൽ കോഡിന്റെ ഈ ഒരു ഭാഗത്തിന് പറയുന്നത് ഇന്റർ ന്യൂറോൺ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സ്പൈനൽ കോഡിന്റെ ഭാഗം പഠിച്ച സമയത്ത് പറഞ്ഞു അത് ഇന്റർ ന്യൂറോൺ ആണ്. ഇന്റർ ന്യൂറോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻസറി നെർവ്, മോട്ടോർ നെർവ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇന്റർ ന്യൂറോൺ. ഇന്റർ എന്ന് പറയില്ല, ഇന്ററാക്ഷൻ, ഇന്റർ കണക്ഷൻ എന്നൊക്കെ പറയില്ല, അതാണ് കണക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെൻസറി നെർവ് വഴി ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ പിന്നെ എന്തായി, മോട്ടോർ നെർവ് ആയി. അപ്പൊ രണ്ടു തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, അവിടേക്ക് എത്തിച്ചു. ആദ്യം മെസ്സേജിനെ ഇങ്ങനെ സംഭവം ചൂടുള്ള സാധനത്തിനുമായി തൊട്ടിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് അവിടേക്ക് എത്തും. അതിനുശേഷം ഇന്റർ ന്യൂറോണിൽ നിന്ന് തിരിച്ച് മെസ്സേജ് അയക്കും. എന്താണ്, ഏത് വഴി അയക്കുന്നത്, നമ്മുടെ മോട്ടോർ ന്യൂറോൺ വഴി മെസ്സേജ് അയക്കും. വേഗം കൈ എടുത്തു, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. കൈമേൽ എന്താണ് ആ ചുവപ്പ് കളറൊക്കെ വരും. എന്നിട്ടുള്ള ചുവപ്പല്ല, കറുപ്പ് കളർ വരും. കറുപ്പാണ് പൊള്ളിക്കഴിഞ്ഞാൽ ഏത് കളർ അല്ല, പൊള്ളയ്ക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മെസ്സേജ് കൊടുക്കും നമ്മുടെ ഇന്റർ ന്യൂറോൺ ത്രൂ മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിലൂടെ ആ മെസ്സേജ് ഇങ്ങനെ വന്നിട്ട് ബന്ധപ്പെട്ട പേശികൾക്ക് കൊടുക്കും. ബന്ധപ്പെട്ട പേശികൾക്ക് കൊടുക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട പേശികളാണ് റിലേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ഏത് മസിലാണോ ഇത് കൈവരിക്കാൻ പറ്റുന്നത്, അപ്പൊ അതിന് മെസ്സേജ് കൊടുക്കും. അപ്പൊ ആ എന്ത് ചെയ്യും, പെട്ടെന്ന് കൈവരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ആദ്യം പോയിട്ട് സ്ലോ മോഷനിൽ കാണിക്കാൻ, ആദ്യം പോയിട്ട് ടച്ച് ചെയ്തു,
അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ പോയിട്ട് നമ്മുടെ എവിടേക്ക് എത്തി, സ്പൈനൽ കോഡിലത്തെ ഇന്റർ ന്യൂറോണിലേക്ക് എത്തി. ഏത് വഴിയാണ്? നമ്മുടെ സെൻസറി ന്യൂറോൺ വഴി. ആ സെൻസറി ന്യൂറോൺ വഴി അവിടേക്ക് എത്തി. അപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡിൽ അല്ലെങ്കിൽ ഇന്റർ ന്യൂറോണിൽ വെച്ചിട്ട് എന്ത് പറയും, മോട്ടോർ ന്യൂറോണിലേക്ക് മെസ്സേജ് കൊടുക്കും. വേഗം കൈവരിക്കാനുള്ള മെസ്സേജ് നമ്മുടെ റിലേറ്റഡ് മസിലിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ നേരെ പോയിട്ട് റിലേറ്റഡ് മസിലിനാകും, അപ്പോൾ തന്നെ കൈവരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജും അതുപോലെ തന്നെ മമ്മൂട്ടിയും അപ്പോൾ ഒരു പടം ഉണ്ടല്ലോ, ഇതെന്ന് പോക്കിരി രാജയിൽ നമ്മുടെ ഒരു ഫൈറ്റ് സീനിൽ നമ്മുടെ മമ്മൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഏതോ ഒരു ലാസ്റ്റ് സീനാണ്, തന്നെ എടുത്തിട്ട് ഒരു ഗ്ലാസിന്റെ ടേബിളിൽ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. ഓക്കെ, അതേപോലെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് പെട്ടെന്നാണ്. അപ്പൊ പൃഥ്വിരാജ് പറയുന്നുണ്ട് ഏട്ടൻ്റെ അടി അങ്ങനെ സാധാരണ നോർമലായിട്ട് നോക്കി കാണാൻ പറ്റില്ല, സ്ലോ മോഷനിൽ ചിന്തിച്ചോക്കാൻ പറയും. അപ്പൊ ശ്രദ്ധിക്കും, സ്ലോ മോഷനിൽ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സംഭവം. അതേപോലെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് നോർമലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടൂല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം സ്ലോ മോഷനിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ പോയി തൊടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് സ്ലോ മോഷനിൽ നമ്മൾ ചിന്തിച്ചു നോക്കാം. ബിക്കോസ് ഇത് ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ തൊട്ടപ്പോൾ തന്നെ നമ്മൾ കൈയെടുക്കും. ബിക്കോസ് അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. റിഫ്ലക്സ് ആക്ഷൻ മീൻസ് പെട്ടെന്ന് കൈയെടുക്കുക. ഓക്കെ, സോ ഇതിന്റെ ഭാഗങ്ങൾ എന്ന് പറയാം. ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഒന്നുകൂടി പറയാം. റിസപ്റ്റർ കാണപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ ആകമാനം റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൂടുള്ള സാധനം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തുണ്ട്, റിസപ്റ്റർ ഉണ്ട്. എവിടെ വേണമെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് നിൽക്കുന്നു, എൻ്റെ ഹെയർ ഉണ്ട്, ഹെയർമ കൊണ്ടിട്ട് ചൂടുള്ള സാധനം ഇതാക്കി, പക്ഷെ അവിടെ ചൂടുഗ്രാഹി ഉണ്ടാവില്ല, റിസപ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ചിലപ്പോൾ ചൂട് ഫീൽ ചെയ്യണം എന്നില്ല. ഓക്കെ, പക്ഷെ നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാഹികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്റർ ചൂടുഗ്രാഹി എന്ത് ചെയ്തു, ചൂടിനെ റിസീവ് ചെയ്തിട്ട് സെൻസറി ന്യൂറോൺ വഴി, ശ്രദ്ധിക്കുക, സെൻസറി ന്യൂറോൺ വഴിയാണ് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നത്. ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്ക് സെൻസറി ന്യൂറോൺ വഴി എത്തുന്നു. ഓക്കെ, അവിടെ ഇന്റർ ന്യൂറോൺ ഉണ്ട്. ദ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദി മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്റർ ന്യൂറോൺ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസ്. ഓക്കെ, ഇവിടുന്ന് എന്ത് ടൈപ്പ് മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്? നമ്മൾ ചൂടുള്ള സാധനം ആയതുകൊണ്ടാണ് തൊട്ടപ്പോൾ തന്നെ വലിക്കാനുള്ള മെസ്സേജ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സാധനം, ഒരു ചെടി പേരാണെന്ന് വിചാരിക്കുക, ചെടി പേരാണെന്ന സമയത്ത് നമ്മൾ തൊട്ടു, അപ്പൊ നമ്മൾ കൊള്ളാലോ, നല്ലൊരു സുഖം ഉണ്ടല്ലോ എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾ ഇന്റർന്യൂറോൺ പറയും, എന്നാ പിന്നെ കുറച്ചിറങ്ങി നമ്മൾ പിടിച്ചിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ കൈ എടുക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ലൈം ഒക്കെ ഉണ്ടായിരിക്കുക. സ്ലൈം ഇപ്പൊ ഞാനിപ്പോ കണ്ണടച്ചിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കുട്ടിനോട് ഞാൻ പറഞ്ഞു കണ്ണടക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി കണ്ണടച്ചു, എന്നിട്ട് കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി, കണ്ണടച്ചിട്ട് കൈ നീട്ടി ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്ലൈം എടുത്തിട്ട് ആ കുട്ടിയുടെ കയ്യിൽ വെച്ചിരിക്കും. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, ആ കുട്ടിയുടെ മെമ്മറിയിലേക്ക് അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് ഇത് വേറെ എന്തോ സാധനമാണല്ലോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അത് നാക്കിയിട്ട് കൈ ഇങ്ങനെ കുടയും. ബിക്കോസ് ആ കുട്ടിക്ക് ഓൾറെഡി ഫീലിംഗ് ഉണ്ട്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സൗണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു ചപ്പിളിയായിട്ടുള്ള സാധനം എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. സോ ആ കുട്ടി എന്ത് ചെയ്യും, എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കളയും. അപ്പോൾ ഏത് രീതിയിൽ വേണം പ്രവർത്തിക്കണം എന്നുള്ളത്. ചൂടായപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാക്കി, നമ്മൾ അങ്ങനെ സ്ലൈം പോലെയുള്ള സ്ലൈമാണ് ഞാൻ കൊടുത്തത്. ഞാൻ വേറെ ഒന്നല്ല കൊടുത്തത്, ഞാൻ സ്ലൈമാണ് കൊടുത്തത്. അപ്പോൾ സ്ലൈം കൊടുത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ കുടയുകയോ ചെയ്യുക. അല്ലെങ്കിൽ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടയും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല കുടയുന്നത്. ആ കുടയുന്ന മെസ്സേജ് നമ്മൾ ആരെ കൊടുക്കുന്നത്, ഇന്റർ ന്യൂറോണാണ് കൊടുക്കുന്നത്. യെസ്, ഓക്കെ. സെൻസറി അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസ്, ഏത് രീതിയിലുള്ള ഇമ്പൾസ് ആണോ വരുന്നത് അതിനനുസൃതമായിട്ടുള്ള മെസ്സേജ് ആണ് തിരിച്ചു കൊടുക്കുന്നത്. ഏത് വഴിയാണ് പോകുന്നത്, മോട്ടോർ ന്യൂറോൺ വഴിയാണ് പോകുന്നത്. ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം ദ സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ റിലേറ്റഡ് മസിൽ എന്ത് ചെയ്യും, കൈവലിക്കാനായിട്ടുള്ള സിഗ്നൽ, കൈവലിക്കാനായിട്ടുള്ള ആക്ഷൻസ് കൊടുക്കുന്നു, ചിലപ്പോൾ കൈ കൂടാനായിട്ടുള്ള ആക്ഷൻസ് കൊടുക്കുന്നു. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ നോക്കി അറിയാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കി അറിയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നോക്കാം, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഒരു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നു. ആ ഷേപ്പ് നോക്കിയേ, ഞാൻ കുറച്ചും കൂടി ചെറുതാക്കി വരയ്ക്കാം. ആ ഷേപ്പാണ്, ഈ ഷേപ്പിന് ഞാൻ ചെറുതാക്കി വരച്ചു.
ഇങ്ങനെയല്ല വരയ്ക്കുന്നത്. ഈ സാധനത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ആർക്ക് എന്നല്ല പറയാ. ഓക്കെ, അപ്പൊ നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? റിഫ്ലക്സ് ആർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്സ് ആക്ഷന്റെ പാത്ത് വേ ആണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അതായത് റിഫ്ലക്സ് ആക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതിനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് തുടങ്ങി, അതായത് കൈമെന്ന് തുടങ്ങി അത് അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ സെൻസറി ന്യൂറോൺ വഴി, ഇന്റർ ന്യൂറോൺ വഴി, മോട്ടോർ ന്യൂറോൺ വഴി തിരിച്ച് കയ്യിലേക്ക് വരുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ മോട്ടോർ ന്യൂറോൺ പറഞ്ഞു വിത്ഡ്രോസ് ദ ഹാൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് മസിൽസ്. മസിൽസിന്റെ ആക്ഷൻ കൊണ്ട് കൈ പിൻവലിക്കുന്നു. So this is a pathway of impulses in a reflex action which is called the reflex arc. അപ്പോൾ റിഫ്ലക്സ് ആർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തുണ്ടായി? സ്റ്റിമുലസ് ഉണ്ടായി. ഓക്കെ, സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? റിസപ്റ്റർ ഉണ്ടല്ലോ. സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ റിസപ്റ്റർ ഉണ്ട്, റിസീവ് ചെയ്യാനായിട്ടുള്ള സാധനമുണ്ട്, റിസപ്റ്റർ ഉണ്ട്. റിസപ്റ്റർ പോയിട്ട് റിസപ്റ്ററിൽ സാധനം മെസ്സേജ് എടുത്തിട്ട് ഏത് വഴിയാണ് നമ്മൾ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത്? സെൻസറി ന്യൂറോൺ വഴി നമ്മുടെ എവിടേക്ക് കൊണ്ടുപോകും? ആദ്യം ഇന്റർ ന്യൂറോണിലേക്ക് കൊണ്ടുപോകും. ഇന്റർ ന്യൂറോണിൽ നിന്ന് ആ മെസ്സേജ് മോട്ടോർ ന്യൂറോൺ വഴി എവിടേക്ക് എത്തിക്കും? റിലേറ്റഡ് മസിലേക്ക് എത്തിക്കും, റിലേറ്റഡ് മസിൽസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഇങ്ങനെ പറയുന്ന ഒരു സാധ്യതയാണ് റിഫ്ലക്സ് ആർക്കിന്റെ. ഈ ഒരു ഏരിയ ശ്രദ്ധിക്കണേ. എപ്പോഴും പിള്ളേർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ 1 2 3 4 5 6 ഇങ്ങനെ എഴുതി വെക്കും. ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ അത് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. എന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്സ് ആർക്ക് ഈസ് എ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷനിലുള്ള ആ ഒരു പാത്വേനെ പറയുന്നതാണ് റിഫ്ലക്സ് ആർക്ക്. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട് ആസ് ദി സെന്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഈ മെസ്സേജസ് ഒക്കെ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞു? സ്പൈനൽ കോഡിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. സ്പൈനൽ കോഡിലേക്കാണ് ഈ മെസ്സേജസ് ഒക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് സച്ച് റിഫ്ലക്സസ് ആർ കോൾഡ് സ്പൈനൽ റിഫ്ലക്സ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റിഫ്ലക്സുകൾ പറയുന്നത് സ്പൈനൽ റിഫ്ലക്സസ് എന്നാണ്. ബട്ട് ഓൾ റിഫ്ലക്സസ് ആർ നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സ്പൈനൽ കോഡ്. പക്ഷെ എല്ലാ റിഫ്ലക്സസും സ്പൈനൽ കോഡിന്റെ കൺട്രോളിലല്ല. ചിലത് സെറിബ്രത്തിന്റെ കൺട്രോളിലാണ്. നോക്കാം. Don't we blink our eyes when light suddenly falls on our eyes? നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കാറില്ലേ? പെട്ടെന്ന് കണ്ണ് നമ്മുടെ ലൈറ്റ് പെട്ടെന്ന് വരുന്ന സമയത്ത് ഓ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. ഓക്കെ, ഓർ സംതിങ് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിന് നേരെ വരുന്ന സമയത്ത് നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. ദിസ് ഈസ് ഓൾസോ എ റിഫ്ലെക്സ് ആക്ഷൻ. ഇതും ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. പക്ഷേ such reflexes under the control of the cerebrum are called cerebral reflex. ഓക്കെ, അപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇത് സ്പൈനൽ കോഡിലേക്കാണ് പോകുന്നത്. ഇത് പോകുന്നത് നേരെ എവിടേക്കാണ്? സെറിബ്രത്തിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് സെറിബ്രൽ റിഫ്ലെക്സ് എന്നുള്ളതാണ്. So is it advisable to lift up people quickly holding their arms or legs in an accident? What aspects related to spinal cord are to be taken care of while attending injured persons? Okay, അപ്പോൾ നമ്മൾ ഒരു ആക്സിഡന്റ് ഇവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ആളുകളെ തോന്നിയ പോലെ ഒന്നും പിടിച്ച് പൊക്കാനായിട്ട് പാടില്ല. ബിക്കോസ് സ്പൈനൽ കോഡും ബ്രെയിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പറയുന്നത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്നുള്ളതാണ് മലയാളത്തിൽ പറയുന്നത്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം സ്വതന്ത്രമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ആവശ്യമില്ല. അത് അങ്ങോട്ട് നടന്നു, സോ ഫ്രീ ആയിട്ട് നടന്നു. ഓക്കെ, there may be instances in our life when you felt sudden fear or sadness. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പേടി തോന്നുക, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഉദാഹരണമാണ് ഇവിടെ കൊടുത്തുള്ളത്. സീയിങ് എ സ്നേക്ക് സഡൻലി. പെട്ടെന്ന് നിങ്ങൾ ഒരു പാമ്പിനെ കാണുന്നു. ഓ മൈ ഗോഡ്. പെട്ടെന്ന് നമ്മൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കും. ഓക്കെ, എന്തൊക്കെയാണ് ആ സംഭവങ്ങളിൽ നിന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ? ഓക്കെ, പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടുതലും അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. ഹാർട്ട് ബീറ്റ് കൂടും. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂടും. അയ്യോ പാമ്പ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്നെ കടിക്കുമോ? അത് ഞാൻ പോയിട്ട് കടിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റിംഗ് ഓഫ് എ ബോഡി. നമ്മുടെ ശരീരം എന്തുണ്ടാവും? വേർക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഉമിനീർ ഉൽപ്പാദനം കുറയും. നമ്മൾ ആകെ ഡ്രൈ ആയി പോകും. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ കള്ളന്മാരൊക്കെ ഇപ്പം നമ്മൾ രാത്രി ഉറക്കത്തിൽ നനച്ചിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നിൽക്കുക. ഓക്കെ, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ സ്വെറ്റിംഗ്, അതായത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നത് നോക്കാം. പിന്നീട് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഉമിനീരൊക്കെ വറ്റിപ്പോവും. ഓക്കെ, സലൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ. ഡിക്രീസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ, ഉമിനീർ ഉൽപാദനം കുറയുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമുക്കറിയുന്നതാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, റൈറ്റ് ഡൗൺ സം ഓഫ് ദോസ് എക്സ്പീരിയൻസ്. എന്തൊക്കെയാണ് ആ എക്സ്പീരിയൻസ്? സീയിങ് എ സ്നേക്ക് സഡൻലി, ഓർ സീയിങ് എ ഡോഗ് സഡൻലി, ഓർ ചേസ്ഡ് ബൈ ഡോഗ്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചേസ്ഡ് ബൈ എ ഡോഗ്, ഒരു നായ നമ്മൾ ഓടിയിരിക്കുക. ഇതൊന്നും വേണ്ട, നമ്മളിപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടൊന്നും ഇല്ലാതെ ഇരിക്കുക. അപ്പൊ ടീച്ചർ നല്ല അടിപൊളിയായിട്ട് അടിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരിക്കും, ഒരു മാഷായിക്കോട്ടെ, മാഷ് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ മാഷ് വന്നിട്ട് കുട്ടികളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഉത്തരം അറിഞ്ഞുകൂടാട്ടോ. അപ്പൊ മാഷ് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ അടുത്തെത്താറായപ്പോൾ തന്നെ എന്തുണ്ടാവും, നമ്മുടെ കൈയൊക്കെ നല്ല തണുത്തോ, എന്താ പറയാ, വിയർപ്പൊക്കെ വന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ആകെ മരവിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ എണീച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യും, കൈയൊക്കെ ഇങ്ങനെ തുടച്ചിട്ടൊക്കെ ഇരിക്കും. ബിക്കോസ് ആകെ വേർത്ത് ഇതൊക്കെ ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ ആകെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ആ സമയത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സോ ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. Shouldn't these changes return to normal state? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അടിയൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ഓക്കെ, അതേപോലെ ഓക്കെ ആവണം. ഓക്കെ, ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസ് that take place beyond the conscious level are controlled by the autonomous nervous system. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. The sympathetic system and the parasympathetic system together form the autonomous nervous system. Okay, autonomous nervous system എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം, നമ്മുടെ സിമ്പത്തറ്റിക്കും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക്കും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. ഓക്കെ, നോക്കാം. സിമ്പത്തറ്റിക് ആൻഡ് പിന്നെ ഏതായിരുന്നു നോക്കാം, സിമ്പത്തറ്റിക് സിസ്റ്റവും ആൻഡ് ദി പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് കേട്ടോ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. Autonomous nervous system ഉണ്ടാവുന്നത്. Okay, analyze illustration 1.10 to understand the actions of sympathetic and parasympathetic systems during emergency situations. Okay, emergency ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ രണ്ട് കാര്യങ്ങളും, ഈ ഒരു രണ്ട് സിസ്റ്റവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. സിമ്പത്തറ്റിക് സിസ്റ്റം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. The pupil in the eye dilates. Okay, അതായത് നമുക്കറിയാം കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്ന സംഭവം. കണ്ണിന്റെ കൃഷ്ണമണി ഇപ്പൊ നമ്മൾ ഒന്ന് പറയാം, കണ്ണിന്റെ കൃഷ്ണമണി. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, കണ്ണിന്റെ കൃഷ്ണമണി, ഇതാണ് കണ്ണിന്റെ കൃഷ്ണമണി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സംഭവം എന്തുണ്ടാവും, ഇത് ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിൽ, നല്ല വെളിച്ചം വരുന്നുണ്ടെങ്കിൽ ഇത് എന്തുണ്ടാവും, ഇത് കുഞ്ഞിതാവും. കാരണം ഇവിടെ പുറത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കുത്തി കയറ്റിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ത് ചെയ്താൽ മതി, കുറച്ച് ഭാഗം മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് കുഞ്ഞിതാവും. ഓക്കെ, അതിനാണ് നമ്മൾ കോൺട്രാക്ട് ചെയ്യാന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിതാവുക. ഇതെപ്പോഴാണ്, ഹൈ ഓർ ഇന്റൻസ് ലൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് കേട്ടോ. ഹൈ ഓർ ഇന്റൻസ് ലൈറ്റ് ആണ്, നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇത് എന്തുണ്ടാവും, കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, അതല്ല നമ്മൾ ഇപ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്തു നിന്നാണ് ഒരു ഇരുട്ട് റൂമിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ ഇരുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഇത് വികസിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഡയലേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡയലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് സലൈവ കുറയുന്നു, ഇവിടെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. സലൈവയുടെ കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത്, അതായത് കല്യാണത്തിനൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം വിളമ്പുന്ന സാധനം എന്താണ്, ആദ്യം വിളമ്പുന്നത് തീർച്ചയായിട്ടും അച്ചാറായിരിക്കും. ഓക്കെ, അച്ചാറ്, ഇഞ്ചിപ്പുളി, ഉപ്പേരി, ചോറ്, പപ്പടം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം വിളമ്പുന്നത് തീർച്ചയായിട്ടും എന്താണ്, അച്ചാറാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷമാണ് ഉപ്പേരിയൊക്കെ വിളമ്പുന്നുണ്ടാവും. ഓക്കെ,
ഓക്കെ. അപ്പൊ ഇത് എന്തിനാണ് അച്ചാർ ആദ്യം വിളമ്പുന്നത്? അച്ചാറും ഇഞ്ചിക്കറിയും അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്നത്, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന സാധനം ആദ്യം വിളമ്പുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്യാണത്തിന് പോയി കുത്തി കയറിയിട്ട് എന്ന് പറയാ, ഭയങ്കര ഇടിച്ച് കയറിയിട്ട് അവിടെ പോയിരുന്നു. ഓക്കെ, നമ്മൾ അവിടെ പോയിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. ആൻഡ് ഈ ഒരു സംഭവം വിളമ്പുന്ന സമയത്ത് അച്ചാർ വിളമ്പി, ഇഞ്ചിക്കറി വിളമ്പി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വായിൽ എന്തുണ്ടാവും? വെള്ളം വരും ഇല്ലേ? വായിൽ ഉമിനീര് ഉൽപാദനം കൂടും. ഉമിനീര് ഉൽപാദനം കൂടുന്ന സമയത്ത് പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആയി പോകും. ബിക്കോസ് സലൈവ എന്ന് പറയുന്ന ഒരു സംഭവം നല്ല രീതിയിൽ ഡൈജഷന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ ആദ്യം വിളമ്പുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്ന സംഭവം അതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, ഇതുകൊണ്ടാണ് നമുക്ക് ആദ്യം അച്ചാർ വിളമ്പേണ്ടത്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇനി കല്യാണത്തിന് ഫുഡ് വിളമ്പാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം വിളമ്പേണ്ടത് അച്ചാറും ഇഞ്ചിക്കറിയും വിളമ്പിയിട്ട് അവരെ കൊതിപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഫുഡ് വിളമ്പാനായിട്ട്, ചോറ് വിളമ്പാനായിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. പക്ഷെ അത് സലൈവയുടെ ആ ഒരു ഉൽപാദനം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജോളോ ചിപ്പ് കഴിക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജോളോ ചിപ്പ് കഴിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ജോളോ ചിപ്പ് കഴിക്കുന്ന സമയത്ത് ചിലർ പാല് കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. പാല് അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് പാലിനാണെങ്കിൽ വലിയ മധുരമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് പാല് കുടിക്കുന്നത് ഈ ഒരു ജോളോ ചിപ്പിൻ്റെ ആ എരിവ് കുറയ്ക്കാനായിട്ട് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. വെള്ളം കുടിച്ചാൽ പോരെ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇത്രയേ ഉള്ളൂ, വെള്ളം അതിൽ മിക്സ് ആവില്ല. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ക്ലാസ് എടുക്കുകയും പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു പോർഷൻസ് കവർ ചെയ്യണം. സോ ഇത്രയേ ഉള്ളൂ, പാല് നല്ല രീതിയിൽ മിക്സ് ആവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പാല് അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ അതിൻ്റെ കൂടെ കഴിക്കുന്നത്. ഒരിക്കലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ മീറ്റിൽ അല്ലെങ്കിൽ ആ ഒരു എരിവ് മാറില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള എരിവുള്ള സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഈ ജോളോ ചിപ്പ് കഴിച്ച് കഴിഞ്ഞാൽ എരിവ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ കഴിക്കാനൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഐസ്ക്രീം അല്ലെങ്കിൽ പാലൊക്കെ കൊണ്ടുവന്നിട്ട് മുന്നിൽ റെഡി ആക്കി വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ വെറുതെ പച്ചവെള്ളം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എരിവ് മാറില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഉച്ഛ്വാസം നടക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് ചെയ്യുന്ന സമയത്ത് ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവണം? കുറച്ച് കഴിഞ്ഞാൽ നോർമൽ സ്റ്റേജിലേക്ക് വരണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു പട്ടീനെ കണ്ടു അല്ലെങ്കിൽ ടീച്ചർ അടിക്കാനായിട്ട് പോകുന്നു, ആ സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടി ഭയങ്കരമായിട്ട് പടപടാതെ ഹാർട്ട് ബീറ്റ് അടിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് എന്തുണ്ടാവണം? പിന്നീട് ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറണം. അല്ലാതെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് ബീറ്റിന്റെ കേസ് പറയുന്ന സമയത്ത് നോക്കാം. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ബ്ലഡിന്റെ ഫ്ലോ കൂടും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്തൊരു വെയിൻ ആണ് അല്ലെങ്കിൽ ആർട്ടറി ആണ്, ഇതിലൂടെയാണ് ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നത് വിചാരിക്കാം. ഇതിൽ RBC ആണ്, റെഡ് ബ്ലഡ്, അങ്ങനെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് ഇതിന്റെ എന്ത് കൂടും? ഇത് ഭയങ്കര ശക്തിയിലായിരിക്കും പോകുന്നുണ്ടാവുക, ഭയങ്കര സ്പീഡിലായിരിക്കും ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലോ ഭയങ്കര സ്പീഡിലായിരിക്കും. ഓക്കെ, സോ ഇത് പിന്നീട് എന്ത് ചെയ്യണം? ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നായനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂർവ്വസ്ഥിതിയിൽ ആവണം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയുമായിരിക്കും പ്രഷർ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എന്തുണ്ട്, ഇതൊരു ആർട്ടറിയാണ് അല്ലെങ്കിൽ വെയിൻ ആണെന്നൊക്കെ വിചാരിക്കുക. ഇവിടെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ടുള്ള ഫാറ്റി ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് ഇതിന്റെ ഡയമീറ്റർ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫാറ്റ് അടിഞ്ഞു കൂടും. ഫാറ്റ് അടിഞ്ഞു കൂടി കഴിക്കുന്നുണ്ടാവുക ഇതിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഇങ്ങനെ കുറയും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഹോസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം അടിക്കുന്നുണ്ട്. ഓക്കെ, വെള്ളം അടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തൊരു ചെടിയുണ്ട്. ഓക്കെ, അവിടെ എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം കൊണ്ട് അങ്ങോട്ട് വലിച്ചു പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? രണ്ട് പേരിൽ എടുത്തിട്ട് ഇങ്ങനെ നക്കി കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. ഈ വെക്കുന്ന സംഭവം ഫാറ്റ് ആണെന്ന് വിചാരിക്കുക. ഫാറ്റ് കൊണ്ട് തടസ്സപ്പെടുന്ന സമയത്ത് എന്തുണ്ടാവും? ഇത് ഷൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈറ്റിൽ അല്ലെങ്കിൽ ഭയങ്കര ദൂരത്തേക്ക് പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെർവ്സ് ഒക്കെ റപ്ചർ ആവാനായിട്ടുള്ള പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ, ഈ പറയുന്ന BP പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ വർക്കൗട്ട് ചെയ്യാനൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഹാർട്ട് ബീറ്റിന്റെ കേസ് പറഞ്ഞു. ഹാർട്ട് ബീറ്റ് കൂടിക്കഴിഞ്ഞാലും അത് പൂർവ്വസ്ഥിതിയിലാവണം. എല്ലാ സംഭവം അങ്ങനെ തന്നെയാണ്. ഇനി ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ, നമ്മൾ ആമാശയ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് ദഹിക്കുന്നു, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തുണ്ടാവണം? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ദഹിക്കണം. അല്ലാതെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഈ സംഭവം
ഇതിങ്ങനെ ആമാശയ പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത നമുക്ക്, വിശപ്പ് ഭയങ്കരമായിട്ടുള്ള കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഗ്ലൈക്കോജൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു, അത് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് തിരിച്ച് ഗ്ലൈക്കോജൻ ആയിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ ഷുഗർ പഠിക്കുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിനെ കുറിച്ചിട്ടൊക്കെ ആൽഫ ബീറ്റ കോശങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. സോ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ കിഡ്നി കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്, ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, കിഡ്നിയിൽ നിന്നുള്ള ഹോർമോൺസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പെരിസ്റ്റാൾസിസ് ഇൻ ദി ഇൻറ്റസ്റ്റൈൻ സ്ലോസ് ഡൗൺ. ഓക്കെ, അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ പെരിസ്റ്റാൾസിസ്, ഐ ഹാവൻറ്റ് ഹേർഡ് ദിസ് വേർഡ് ബിഫോർ, നമ്മൾ ഇതുവരെ ഈ ഒരു വേർഡ് കേട്ടിട്ടില്ലല്ലോ, എന്താണ് ഈ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ഫുഡ് വാട്ട് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോകുന്നത് ഇങ്ങനെ ഒരു വേവ് പോലെയാണ്. വേവ് പോലെയാണ് ഇങ്ങനെ നമ്മുടെ അന്നനാളത്തിൽ കൂടെ നമ്മുടെ ഇവിടേക്ക് എത്തുന്നത്. ഓക്കെ, ആമാശയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു പോകുന്ന ആ ഷേപ്പിലൂടെ ഇങ്ങനെ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പെരിസ്റ്റാൾസിസ് ഇത് കുടലുണ്ടല്ലോ, നമ്മുടെ വൻകുടൽ, ചെറുകുടൽ എന്നൊക്കെ പറയുന്ന ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇതിലൂടെയുള്ള മൂവ്മെന്റിനെ തന്നെയാണ് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആവുന്നതും അതുപോലെ തന്നെ നോർമൽ ആവുന്നതൊക്കെ ഇതിന്റെ ഈ പറയുന്ന സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്കിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലായാലും പെരിസ്റ്റാൾസിസ് എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേവ് ലൈക്ക് മൂവ്മെന്റ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേവ് പോലെ ഇങ്ങനെ ഇതായിട്ടാണ് പോകുന്നത്. അതിനെയാണ് കേട്ടോ നമ്മൾ പാമ്പൊക്കെ ഇര വിഴുങ്ങുന്നത് കണ്ടിട്ടില്ലേ, വിഴുങ്ങി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അതേപോലെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെന്താ വിചാരിക്കാം, നമ്മളിപ്പോൾ ഒരു മുന്തിരി എടുത്തിട്ട് വിഴുങ്ങിന്ന് വെച്ചോ, അപ്പം നേരെ പോയിട്ട് അതിങ്ങനെ പോയിട്ട് ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വിഴിയില്ലല്ലോ, അതെന്ത് സംഭവം, ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ പോകുന്ന സംഭവത്തിന് എന്ന് പറയുന്നത് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇനി യൂറിനറി ബ്ലാഡർ റീഗെയിൻസ് നോർമൽ സ്റ്റേറ്റ്. യൂറിനറി ബ്ലാഡർ പൂർവ്വസ്ഥിതിയിലാവുന്നു. ഇവിടെ യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു, പൂർവ്വസ്ഥിതിയിലാവുന്നു. അതായത് നമ്മൾ യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇതൊരു ഇലാസ്റ്റിസിറ്റി പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥകൾ. ഇനി നെർവസ് സിസ്റ്റംസ് ആൻഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, നെർവസ് സിസ്റ്റംസ് ആൻഡ് ഡിസോർഡേഴ്സ്. ഓക്കെ, A healthy nervous system is the basis of normal body activities. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു നെർവസ് സിസ്റ്റം, ഒരു ഹെൽത്തി ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉണ്ടെങ്കിലാണ് നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുള്ളൂ. ഓക്കെ, നമ്മൾ നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്, ചിന്തിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നെർവസ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. ഈവൻ മൈനർ ഡിഫെക്ട്സ് ഇൻ ദ നെർവസ് സിസ്റ്റം മേ കോസ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്. കുഞ്ഞു സാധനങ്ങൾ, കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ കുഞ്ഞു ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ കൂടി, നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി, ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ കൂടി, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കുട്ടികളെയൊക്കെ താലോലിക്കുന്ന സമയത്ത് എടുത്ത് മേലേക്കൊന്നും ഇടാതിരിക്കുക. ബിക്കോസ് ഹെൽത്ത്, ബ്രെയിനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സ്കള്ളിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ലിസ്റ്റ് ഔട്ട് ദി ഫാമിലി ഡിസീസ് ദാറ്റ് അഫക്റ്റ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദീസ് തിങ്സ്. 3 അസുഖങ്ങളാണ് നമുക്ക് SSLC എക്സാമിനായിക്കോട്ടെ, ഓണം എക്സാമിനായിക്കോട്ടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അൾഷിമേഴ്സ് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ഇറ്റ് മൈറ്റ് ബി എൻ ഐ ഓപ്പണർ ഫോർ യു, ബിക്കോസ് ഇത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിന്റെ പേരാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഓക്കെ, സോ അൾഷിമേഴ്സ്. ഓക്കെ, അൾഷിമേഴ്സ് എന്നൊന്നും അല്ലാണ്ട് ശരിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ പറയുന്നത് അൾഷിമേഴ്സ് ആണ്. നമ്മളത് പിന്നീട് ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാം. പക്ഷേ ഇപ്പോൾ അൾഷിമേഴ്സ് എന്ന് തന്നെ പഠിക്കാം. Accumulation of an insoluble protein in the neural tissues of the brain. അതായത് തലച്ചോറിനുള്ളിലല്ല, അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ അലേയമായിട്ടുള്ള മീൻസ് insoluble, which means not soluble. ലയിക്കാത്ത ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. എവിടെയാണ് അടിഞ്ഞുകൂടുന്നത്? ബ്രെയിനിന്റെ ന്യൂറൽ ടിഷ്യൂസിൽ ഒരു തരം അലേയമായിട്ടുള്ള ലയിക്കാത്ത പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും അവിടുത്തെ ന്യൂറോണുകൾ നശിച്ചു പോവുകയും ചെയ്യുമ്പോഴാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അതിന്റെ സിംറ്റംസ് ആണ് ലോസ് ഓഫ് മെമ്മറി, ഓർമ്മ ഇല്ലാതെയാവുക, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ കുടുംബക്കാരെയും ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക്
തിരിച്ചറിയാനായിട്ട് പറ്റില്ല. ഇനബിലിറ്റി ടു ഡു ഡെയിലി റൂട്ടീൻ ഓർ റൂട്ടീൻ വർക്ക്സ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും, കുളിക്കുക, പല്ല് തേക്കുക, ഇതുപോലും അറിയില്ല, ഇതുപോലും ചെയ്യാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥയാണ്. ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദി ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള, നമ്മുടെ തലച്ചോറിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോൺസിന്റെ നാശമാണ് നമ്മുടെ പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണം. അതുമൂലം പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അപ്പോൾ എന്താണ് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ? ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? സിനാപ്റ്റിക് വിടവിലൂടെ അല്ലെങ്കിൽ സിനാപ്സിലൂടെ അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലഫ്റ്റിലൂടെ പുറത്തേക്ക് സ്രവിക്കുന്ന കെമിക്കൽസ് ആണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഡോപ്പമിൻ, അസറ്റൈൽകോളിൻ എന്നൊക്കെയുള്ളത് നമ്മുടെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ ഡോപ്പമിന്റെ അല്ലെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറയുന്നു. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, നമ്മുടെ ബോഡി ബാലൻസ് പോകും. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ് എന്താണ്? ഇറഗുലർ ആയിട്ട് മൂവ് ചെയ്യും. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നമ്മൾ ചലിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനില്ല, ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്കിത് കറക്റ്റ് കിട്ടണമെന്നില്ല. സോ ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. ഷിവറിംഗ് ഓഫ് ദി ബോഡി, ആകെ വരയ്ക്കുക. പിന്നെ എന്താ? പ്രൊഫ്യൂസ് സലൈവേഷൻ, ആകെ ഇങ്ങനെ ഉമിനീരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ വരെ. എപ്പിലെപ്സി, നമ്മൾ ഇതിന്റെ ഫിറ്റ്സ് കൂടി പറയാറുണ്ട്. ഫിറ്റ്സ്, FITS ആണ് ഫിറ്റ്സ്. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദി ബ്രെയിൻ. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിനിലൂടെ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസ് പാസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇറഗുലർ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ നടക്കുന്ന സമയത്താണ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്. എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്ക്യുലർ കോൺട്രാക്ഷൻ. ഓക്കെ, മസിൽസ് ഒക്കെ ഇങ്ങനെ ഇതാവുന്നത്. ഫ്രോത്തി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് നുരയും പതയൊക്കെ വരിക. ക്ലെൻസിങ് ഓഫ് ദി ടീത്ത്, പല്ലൊക്കെ കടിച്ചു പിടിക്കുക. പിന്നെ ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അബോധാവസ്ഥയിലാവുക. ഇത്രയുമാണ് ഈ ഒരു എപ്പിലെപ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഇതൊക്കെ ന്യൂറൽ ഡിസീസസ് ആണ്. ഇതിനെ കുറിച്ചിട്ട് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ കോഴ്സസ് എഴുതുക, സിംറ്റംസ് എഴുതുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ എന്താ പറയുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കുക ഓരോ അസുഖത്തിലൂടെ. ഓക്കെ, ഓരോ അസുഖത്തിന്റെ കാരണം, അതിന്റെ സിംറ്റം മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കാം. And what should be our approach towards people affected by such diseases? അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കണം അവരോട്. നമ്മൾ മനസ്സിലാക്കണം അവരുടെ സിറ്റുവേഷൻ അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളിനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫിറ്റ്സ് വന്ന ആളിനെ നമ്മൾ അയ്യോ, ഫിറ്റ്സ് വന്ന ഭയങ്കരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോഴും ഈ ഒരു സെഞ്ചുറിയിലും ഈ ഒരു നൂറ്റാണ്ടിലും വിചാരിക്കുന്നത് ഇതെന്തോ കൈൻഡ് ഓഫ് ഭൂതപ്രേത പിശാചികളുടെ എന്തൊക്കെയോ സംഭവമാണെന്ന് വെച്ചിട്ട് ഈ ഒരു സാധനത്തിന് ഈ ഫിറ്റ്സ് വന്നുകൊണ്ട് തന്നെ ഒരുപാട് ഈ മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോകുന്ന ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളൊക്കെ ചില കുട്ടികളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്ന് നേരെ കൊണ്ടുപോകും. ഞാൻ പറയുന്നില്ല എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത് എന്നുള്ളത്. ഓക്കെ, the nervous system helps us to നമ്മുടെ ഇതുണ്ടല്ലോ ഒരു പടം എന്തായിരുന്നു, ദൃശ്യത്തിലാക്കാൻ കുട്ടീനെ ഇങ്ങനെ പോവില്ലേ, ആ ഫിറ്റ്സ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ അപസ്മാരം അങ്ങനെ എന്നുള്ളതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് അതിൻ്റെയൊക്കെ ഒരു മോഡൽ വരുന്നുണ്ട്. The nervous system helps us to experience various stimuli as well as to respond towards them. Special care should be taken to maintain the health of this organ system. അപ്പോൾ ഈ ഒരു ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാലെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Receptors that will stimuli promote the actions of nervous system. It would be very interesting to know about these receptors and the sense organs in which they are included. സോ ഇവിടെ പറയുന്ന കാര്യം നോക്കിയാൽ അടുത്ത കാര്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകും റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് ശരിക്കും റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സെൻസ് ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലുള്ള സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇവിടെ ലെക്ചർസസ് ഉണ്ട്, നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് വിൻഡോസ് ഓഫ് നോളജാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.